ലോകാധിനാഥനും ദേവാദിദേവനുമായ ശ്രീ മഹാദേവൻ്റെ മുത്തപ്പൻ വെള്ളാട്ടം കഴിഞ്ഞ 2 വീഡിയോയും, അതായത് മലയിറക്കൽ ചടങ്ങും വെള്ളാട്ടവും എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മലയിറക്കൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഒരുങ്ങാനായിട്ട് പോകുന്നത്. അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള ഒരു ചമയങ്ങളും വേഷവിധാനങ്ങളും ഒക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തോട്ടെ എന്ന് ഞങ്ങൾ അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. കാര്യം നമുക്ക് അറിഞ്ഞൂടല്ലോ, ഇത് എടുക്കാമോ എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നമ്മൾ വീഡിയോ എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ചടങ്ങേ കണ്ടിട്ടില്ലാത്ത നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളും നമുക്ക് കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ളൊരവസരവും കൂടെ കിട്ടിയത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാര്യം മറ്റുള്ളവർക്കും കൂടെ നമ്മളെ കണ്ടിട്ടില്ല, അപ്പം നമ്മൾ കാണുകയും അതിനോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി അത് കാണിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. പ്രതീക്ഷിച്ചിരിക്കാതെ കിട്ടിയതാണ് ഈ ഒരു വെള്ളാട്ടം തന്നെ. ഞങ്ങൾക്കങ്ങനെ പെട്ടെന്ന് കിട്ടിയ ഒരു അവസരമാണ്. കാര്യം ഞാൻ തിരുവമ്മണ്ട് പോയി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇവരെ എല്ലാവരെയും അമ്മയും അനിയനെയും അനിയത്തിയൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവർക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നതുകൊണ്ട് അവരാരും വന്നില്ല. അന്ന് ഞാൻ മാത്രമേ പോയി കണ്ടുള്ളൂ. അപ്പോഴെനിക്കത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ഇവരെയും കൂടെ കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം അവസരം കിട്ടിയപ്പം ഞങ്ങളെല്ലാവരും കൂടെ വന്നു, ഇതെല്ലാം കണ്ടു. മലയിറക്കൽ ചടങ്ങ് കഴിഞ്ഞ് ഇത് ഒരുങ്ങാനായിട്ട് പോയപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നില്ല അതിൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കും എന്ന്. കാര്യം ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും അവർ ഒരുങ്ങുന്നതൊന്നും അധികം കാണിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കുമെന്ന്. പക്ഷേ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തോളാൻ പറഞ്ഞ് അങ്ങനെയാണ് വീഡിയോകളെല്ലാം എടുത്തത്. നമ്മൾ കണ്ടുകൊണ്ട് നിന്ന് പോകുന്ന രീതിയിലുള്ള അത്രയും ആ ഒരു വേഷവിധാനങ്ങൾ ചെയ്യുമ്പം തന്നെ നമുക്ക് ഭക്തി നിറഞ്ഞ ഭക്തി നമുക്ക് തോന്നും. ആ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് അവിടെ. ആ ഒരുക്കങ്ങൾ കാണാൻ തന്നെ അവിടെ കൂടിയിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ആ ഒരുക്കം കാണാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിലേക്ക് വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ അപ്പുക്കുട്ടനെ നിയോഗിച്ചു. കാര്യം വേറെയും കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്ന് അവർക്കാകുമ്പോൾ അതിനിടയിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടാതെ സൂക്ഷിച്ചൊക്കെ പോയി വീഡിയോ എടുക്കാമല്ലോ. അങ്ങനെ അവർ വീഡിയോ ഒക്കെ എടുത്ത് തന്നു. അപ്പോൾ ആ വീഡിയോയാണ് ഇന്ന്. നല്ല ആ ഒരു ചമയങ്ങൾ, ഇത് മുഖത്തുള്ള ചായം തേക്കുന്നതും അതുപോലെ കിരീടം വെക്കുന്നതും പിന്നെ ആ ഒരു വേഷം അതണിയുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ ഒരു ഭാഗം കൂടെ ആകുമ്പോൾ നമ്മുടെ വെള്ളാട്ടത്തിൻ്റെ ചടങ്ങുകളെല്ലാം കഴിയുകയാണ്. അപ്പോൾ ഒരുക്കങ്ങളെല്ലാം നമുക്ക് കാണാം.
വൈകിട്ട് 4-4:30 ആയപ്പോഴാണ് മലയിറക്കൽ തുടങ്ങിയത് ആ ചടങ്ങ്. പിന്നെ അതിന് ശേഷം ഒരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഏകദേശം സന്ധ്യയോടുകൂടി തുടങ്ങിയതാണ്. ഒരു 1.5-2 മണിക്കൂറോളം ഉണ്ടായിരുന്നു ഈ ചടങ്ങുകളെല്ലാം, വെള്ളാട്ടം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി എനിക്ക് ഞങ്ങൾ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു. പക്ഷേ അതിന് ശേഷവും രാത്രി 12 മണി, 1 മണി, 2 മണി വരെ എപ്പോഴാണ് കഴിഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നാലും 2 മണിയായി കാണണം, കാരണം അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു അവിടെ അനുഗ്രഹം മേടിക്കാൻ. എല്ലാവരും നല്ല ക്ഷമയോടുകൂടി വരി നിന്ന് ഒരു ധൃതിയും കാണിക്കാതെ ക്ഷമയോടെ നിന്നാണ് മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് ക്യൂ നിന്നത്. ഇനി ഇതിനുള്ള അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചൊന്ന് പറയട്ടെ. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാര്യം നല്ല അറേഞ്ച്മെൻറ്റ്സ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാം നമുക്ക് അഭിനന്ദിക്കാം. കാര്യം അതിൻ്റെ മുകൾ വശത്ത് ഇവിടെ ഓരോരുത്തർക്കും പ്രത്യേകം താമസ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു. അവർക്ക് കിടക്കാനായാലും അവർക്ക് കുളിക്കുന്നതിനൊക്കെ ഉള്ള കാര്യങ്ങളും, അതേപോലെ ഭക്ഷണത്തിനുള്ള സൗകര്യം, അവർക്ക് വിശ്രമിക്കാനുള്ള വേറെ സ്ഥലങ്ങൾ, ഇങ്ങനെ ഒരുങ്ങാനുള്ള സ്ഥലം, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും, അതേപോലെ ആഹാരം കഴിക്കുന്നതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ്, നമുക്ക് ഒരു ധൃതിയില്ലാതെ എല്ലാവരും ക്ഷമയോടെ ക്യൂ നിൽക്കാനും, ഓരോരുത്തരും ആഹാരം വാങ്ങിച്ച് ഓരോരുത്തർക്കുള്ള ഇരിപ്പിടങ്ങളിൽ പോയിരുന്ന് കഴിക്കാനും, അതുപോലെ അനുഗ്രഹം മേടിക്കാനാണെങ്കിലും കയറ് കെട്ടി അതിനകത്തൂടെ കയറി ഓരോ സൈഡിൽ ഇരിക്കുന്നവർ ആ സൈഡിൽ കൂടെ പോകണം. അല്ലാതെ അനുഗ്രഹം മേടിച്ച് കഴിഞ്ഞവർ ഇന്ന സ്ഥലത്തുകൂടി പോകണം. നമ്മളിതൊക്കെ അമ്പലങ്ങളിൽ മാത്രം അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന അറേഞ്ച്മെൻറ്റ്സ് ഒരു മഠത്തിൽ ഇത്രയും നല്ല രീതിയിൽ അത് ചെയ്തു എന്ന് പറയുമ്പോൾ മുത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും കിട്ടട്ടെ. അത്രയ്ക്ക് നമ്മളൊരു വേറെ ലോകത്താണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പം, ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഏറ്റവും മുമ്പിലിരിക്കുമല്ലേ, അപ്പം നമുക്കത് ശരിക്കും കേൾക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് അത്രത്തോളം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ തന്നെ കണ്ണ് നിറഞ്ഞു പോകുന്ന തരത്തിലുള്ള ആ ഒരു അനുഗ്രഹങ്ങളും കാര്യങ്ങൾ പറയുകയൊക്കെ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ കേട്ടോ. അതൊക്കെ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത് അവിടെ നടന്ന. അപ്പോൾ എനിക്ക് മാത്രമല്ല, ഇങ്ങനെ വേറെയും ചിലരെന്നോട് പറയുകയുണ്ടായി. കാര്യം അവിടെ ഇത്രയും നല്ല ഒരു നമുക്ക് അതിശയം തോന്നുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ പറഞ്ഞു. അതുപോലെ അനുഗ്രഹം മേടിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ അല്ലെങ്കിൽ പറയാതെ തന്നെ പല കാര്യങ്ങളും ഇങ്ങോട്ട് മുത്തപ്പൻ ചോദിക്കുകയും നമ്മുടെ വിഷമങ്ങൾക്കുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനത് തിരുവമണ്ടൂരും കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലായിരുന്നു. ഏകദേശം 1.5-2 മണിക്കൂറുകളുള്ള ഈ വെള്ളാട്ടം എന്ന ആ ഒരു ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി അത്രയോളം സമയമാണ് ഇത് അനുഗ്രഹത്തിനായിട്ട് എടുക്കുന്നത്. ഒരു ധൃതിയില്ലാതെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ കേൾക്കുകയും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ മുത്തപ്പൻ പറഞ്ഞു കൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ, അതൊക്കെ ശരിക്കും നമ്മൾ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരനുഭവം. അത്രയും നമുക്കൊരു എന്താ പറയുന്നത്, ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കങ്ങ് എന്തോ ഒരു ലോകത്തെത്തിയതുപോലെ തോന്നുന്ന ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു അത് കേട്ടോ. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, ഈ അനുഗ്രഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല ഒരു ചടങ്ങിൽ പങ്കെടുക്കാനും അതിൻ്റെ വീഡിയോകളൊക്കെ എടുക്കാനും പിന്നെ അത് മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കാൻ ഒരു ചെറിയ ശതമാനം ആൾക്കാരെങ്കിലും ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അതിനും കൂടി ഒരവസരം കിട്ടിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച, ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എല്ലാ ഐശ്വര്യങ്ങളും അമ്മാവനും അമ്മായിക്കും ഗിരീഷിനും കുഞ്ഞുങ്ങൾക്കും പ്രിയയ്ക്കും അവിടെ വന്നിരുന്ന പങ്കെടുത്ത എല്ലാവർക്കും, അതേപോലെ പങ്കെടുക്കാൻ പറ്റാതെ പോകണം എന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, ഓരോരുത്തർക്കും ഓരോ സാഹചര്യമല്ലേ. അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വരാത്തവരെല്ലാവരും ഈ 3 ഭാഗങ്ങളിലായിട്ട് വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഈ നമ്മുടെ മുത്തപ്പൻ്റെ ആ വേദിക്ക് മുമ്പ് പാദരക്ഷകൾ ഇട്ടുകൊണ്ട് പോകാതെ കഴിവതും ഒഴിവാക്കി വേണം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനെന്ന് അറിയിക്കുകയാണ്. ഇവിടെ വർണ്ണിക്കപ്പെടുകയാണ്. ഭക്തജനങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട ങ്ങളിലെത്തി ഈ വഴിപാട് നടത്തപ്പെടുകയാണ്. ഈ ദേശത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ബന്ധുമിത്രാദികൾക്കും ക്ഷേത്ര മടപ്പുരയിലെ മാഹാത്മ്യത്തോടുകൂടി തന്നെ ഭഗവാനെ അവരവരുടെ നിശ്ചയത്തിലുള്ള പോകുന്നത് എല്ലാവരും സഹകരിച്ച് നമുക്ക് ഈ ചടങ്ങ് ഈ ദേശത്തിന്റെ എല്ലാവരുടെയും മനസ്സിൽ ഇതിനുണ്ടാകണം. അതോടൊപ്പം ഒരു ചെറിയ ക്രമീകരണം കൂടി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഈ മടപ്പുരയുടെ മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്ന വലത് സൈഡിലുള്ള ഭക്തജനങ്ങൾ ആദ്യം അനുഗ്രഹം വാങ്ങുകയും ഈ പന്തലിന്റെ കിഴക്കുവശത്തോടു കൂടി കടന്ന് അതുപോലെ ആ സൈഡിൽ ക്യൂ സംവിധാനത്തിലായിരിക്കും ദർശനം നൽകുന്നത്. എല്ലാവരെയും